പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരന്മാരെ, വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യകതയില്ല. നമ്മൾ എത്രയോ വർഷങ്ങൾ ഈ കുങ്കുമഹരിത പതാകയെ കണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. ഈ ചിഹ്നമാണ് നമ്മൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ചിട്ടുള്ളത്. എത്രയോ വർഷങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ, ഒരു മുനിസിപ്പൽ ചെയർമാനോ ചെയർപേഴ്സണോ ഇല്ലാതെ, ഒരു MLA ഇല്ലാതെ, MP ഇല്ലാതെ, മന്ത്രി ഇല്ലാതെ, ഒന്നിന്റെയും തണലില്ലാതെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് വന്ദേ മാതരം എന്നുള്ള ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, കേരളത്തിനകത്ത് നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ചക്കിലും ചെങ്കരനും മാറി മാറി ഈ കേരളത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ മതിയോ എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഈ സംസ്ഥാനത്തിലെ ആപാലവൃത്തം ജനങ്ങൾക്കും വേണ്ടി ആദരണീയനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ, ഏറ്റവും പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഒരാൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ യാത്ര കൈവച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിക്കെതിരെ അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA-ക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള അനുസ്യൂത പോരാട്ടത്തിന്റെ ആദ്യപടിയായിട്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പും സാക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും സമാധാനത്തിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സമര പോരാട്ടങ്ങൾക്ക് അഗ്നിജ്വാലയുടെ കരുത്ത് നമുക്കുണ്ട്. സമര പോരാട്ടം വേദനയും സമരവും സഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് വളർത്തിയതിന്റെ കരുത്ത് നമുക്കുണ്ട്. ആ കരുത്ത് കൈമുതലാക്കിക്കൊണ്ടാണ് അമ്മമാർ ഈ രീതിയിൽ സംഘടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് മറ്റാർക്ക് വേണ്ടിയല്ല, രാജ്യഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ ഈ കുങ്കുമഹരിത പതാകയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ താമര ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനം. അത് നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താമര ചിഹ്നത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്നു നീങ്ങുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ നാളിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവരും അണിനിരക്കണം. ഉടനെ ആരംഭിക്കുകയാണ്. അവസാനിപ്പിക്കാൻ ഈ നാട്ടിൽ വികസനം സാധ്യമാക്കാൻ നമുക്ക് NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാം. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ചിറകേറി രാജ്യത്തിനൊപ്പം പറന്നുയരാൻ പാലക്കാടിനും കൊതിയാവുന്നില്ലേ? തടുക്കാൻ നിൽക്കണ്ട, ഇടതും വലതിന്നും ഇനി നേരാൽ നോക്കുക. തടയാൻ നോക്കണ്ട, തടുക്കാൻ നിൽക്കണ്ട, ഇടതും വലതിന്നും ഇനി നേരാൽ വിവാദം മാത്രം സൃഷ്ടിക്കുന്ന ഇടത് വലത് സ്ഥാനാർത്ഥികളെ ഒരു പാഠം പഠിപ്പിക്കാം. പാലക്കാടിന് വേണം
വേദിയിൽ അവസാനിപ്പിക്കാൻ നമ്മുടെ എംഎൽഎ ആവട്ടെ നമ്മുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാം. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ചിറകേറി രാജ്യത്തിനൊപ്പം പറന്നുയരാൻ പാലക്കാടിനും കൊതിയാവുന്നില്ല. മനസ്സിൽ നിറഞ്ഞതും വിവാദം മാത്രം സൃഷ്ടിക്കുന്ന ഇടത് വലത് സ്ഥാനാർത്ഥികളെ ഒരു പാഠം പഠിപ്പിക്കാം. പാലക്കാടിന് വേണം വികസനം. സി കൃഷ്ണകുമാർ നമ്മുടെ എംഎൽഎ ആവട്ടെ. നമ്മുടെ ചിഹ്നം താമര. നമ്മുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാടിന്റെ ഉറപ്പ് ജയം സി കൃഷ്ണകുമാറിന്. നിങ്ങളുടെ മനസ്സിൽ എന്ന പോലെ വോട്ടിംഗ് മെഷീനിലും സി കൃഷ്ണകുമാർ ഒന്നാമത്. ചിഹ്നം താമര. കെട്ടിയിറക്കിയൊരു മണ്ഡലത്തിൽ കറങ്ങിടണ്ട, വേണം ഒരുപോലെ വികസനം സംവാദം വേണ്ട. കണ്ടോ കൺവെട്ടത്ത് എത്തിയതൻ തേരോട്ടം തന്നെ, ഒന്നും ആവേശത്തിൽ പണ്ടും കളി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നമുക്ക് പാലക്കാട്ട് വികസനം കൊണ്ടുവരാം. നമ്മുടെ മുന്നണി എൻഡിഎ. നമ്മുടെ ചിഹ്നം താമര. നമ്മുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാടിന്റെ ഉറപ്പ് ജയം സി കൃഷ്ണകുമാറിന്. നിങ്ങളുടെ മനസ്സിൽ എന്ന പോലെ വോട്ടിംഗ് മെഷീനിലും സി കൃഷ്ണകുമാർ ഒന്നാമത്. ചിഹ്നം താമര. ലോകമാകെ അംഗീകരിക്കുന്ന കള്ളപ്പണക്കാരുടെ പേടി സ്വപ്നമായ തീവ്രവാദികൾക്ക് മേൽ സർജിക്കൽ ആക്രമണത്തിന് ഉത്തരവിടുന്ന, വനിതകൾക്ക് പിതൃതുല്യനായ, യുവാക്കൾക്ക് സുഹൃത്തായ, കർഷകർക്ക് ആത്മമിത്രമായ, ശാസ്ത്രലോകത്തിന്റെ പിൻബലമായ നരേന്ദ്രമോദി എന്ന ലോകപുരുഷൻ നേതൃത്വം നൽകുന്ന എൻഡിഎയുടെ ചിറകേറി പാലക്കാടിനും വികസനം സാധ്യമാക്കാം. സി കൃഷ്ണകുമാർ നമ്മുടെ എംഎൽഎ ആവട്ടെ. നമ്മുടെ മുന്നണി എൻഡിഎ. നമ്മുടെ ചിഹ്നം താമര. നമ്മുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാടിന്റെ ഉറപ്പ് ജയം സി കൃഷ്ണകുമാറിന്. നിങ്ങളുടെ മനസ്സിൽ എന്ന പോലെ വോട്ടിംഗ് മെഷീനിലും സി കൃഷ്ണകുമാർ ഒന്നാമത്. ചിഹ്നം വോട്ടർമാർക്ക് കേൾക്കേണ്ടേ? പാലക്കാടിനായി നരേന്ദ്രമോദി സർക്കാർ നൽകിയ സ്നേഹ സമ്മാനങ്ങൾ. വ്യവസായ സ്മാർട്ട് സിറ്റിക്കായി 3806 കോടി രൂപ. ജില്ലയ്ക്കായി ഒരു FM റേഡിയോ സ്റ്റേഷൻ. 3000 കോടിയിലധികം പാലക്കാട് IITക്ക് അനുവദിച്ച മോദി സർക്കാർ ടെക്നോളജി ഹബിന് 100 കോടിയും നൽകി. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടുകൾക്കായി 167.82 കോടി രൂപ പാലക്കാടിന്. അമൃത് പദ്ധതി വഴി നഗരസഭകൾക്ക് മാത്രം 293.52 കോടി രൂപ. പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതിയിലൂടെ വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനത്തിനായി പാലക്കാട് നഗരത്തിൽ മാത്രം 7.61 കോടി രൂപയുടെ ധനസഹായം. ദേശീയ നഗര ഉപജീവൻ മിഷൻ നടത്തിയ നൈപുണ്യ പരിശീലനം വഴി പാലക്കാട് ജില്ലയിലെ 6 നഗരസഭകളിൽ 1602 സ്വയം